നദീം സേഠ്, ആ SI എന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. അവൻ എൻ്റെ വീട്ടിനകത്ത് എത്തുന്നതിന് മുമ്പ് ഞാൻ ആരാന്ന് അവന് കാണിച്ചു കൊടുക്കുക. ഹലോ ഹലോ ബേബി, നിനക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ബിരിയാണി ചെയ്തിട്ടുണ്ട്. ഓ, മണം തന്നെ മൂക്കിൽ അടിച്ചിട്ട് ഇങ്ങനെ നിൽക്കാൻ വയ്യ. ഇവിടെ നോക്ക്, നീ എവിടെയാണെങ്കിലും എത്രയും പെട്ടെന്ന് വാ. ഇന്ന് നീ എന്റെ കൂടെ ലഞ്ച് കഴിച്ചേ മതിയാവും. ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കാണ്. ഓക്കെ? പ്രിയ, ഞാനിപ്പോ അക്ബർ സേട്ടിനെ അറസ്റ്റ് ചെയ്യാൻ പോവാ. നാളെ വരുള്ളൂ. എന്താ പുതിയ കാര്യാ? ശരി, ഓക്കെ. ഈ സമയത്ത് ആരാ? ഏയ്, നിങ്ങളെല്ലാ ആ ടീറ്റുവിന്റെ ആൾക്കാരല്ലേ? അക്ബർ സേട്ടിന്റെ ആളുകളാ. ഏയ്, നീ എന്തിനാ വീടിനകത്തേക്ക് ഇങ്ങനെ കേറി വരണേ? നിനക്കിപ്പോ എന്താ വേണ്ടത്? നിങ്ങളുടെ വീട്ടിലെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നു. ഞാനെന്താ നിനക്കാണോ ഉണ്ടാക്കി വെച്ചേക്കുന്നേ? ഏയ്, മര്യാദയ്ക്ക് അത് വച്ചേക്ക്. വിട്. നീ ആർക്ക് വേണ്ടിയാ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചേ? നിന്റെ ഭർത്താവിന് വേണ്ടിയല്ലേ? ഹലോ. ഹേയ് ഓഫീസർ, നീ സേട്ടിനെ അറസ്റ്റ് ചെയ്യാൻ പോയിക്കൊണ്ടിരിക്കുകയാണോ? ഇപ്പോ ഞങ്ങൾ നിന്റെ വീട്ടിൽ ലഞ്ച് കഴിക്കാൻ വന്നിരിക്കുക. ഇൻസ്പെക്ടർ സാജന്റെ ഫാമിലിക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയാലോ. ഇപ്പോ അത് തന്നെയാ നിന്റെ കുടുംബത്തിന് നടക്കാൻ പോകുന്നത്. സേട്ട് പറഞ്ഞു കഴിഞ്ഞു. ആക്ഷൻ റീപ്ലേ. എന്റെ ഭാര്യക്ക് എന്തെങ്കിലും പറ്റിയാലുണ്ടല്ലോ, നമുക്ക് നോക്കാടാ. പറ്റിയാ നീ നിന്റെ ഭാര്യയെ രക്ഷിക്കാൻ വാ. ഓ, പെട്ടെന്ന് പോ. ഓ, ഏയ്, പോയി എല്ലാ വാതിലുകളും അടക്കി. നീ പോയി ക്യാൻഡിൽ എടുത്തോണ്ട് വാ. ക്യാൻഡിൽ കത്തിക്ക്. അത് ഓൺ ചെയ്. ഫാസ്റ്റ് ഫാസ്റ്റ്. ആ, വാ പോവാ. പ്രിയങ്ക,
ബ്രേക്കിംഗ് ന്യൂസ് സർ. ഇൻസ്പെക്ടർ ദുർജയുടെ വൈഫ് ഗ്യാസ് ലീക്കായി പൊട്ടിത്തെറിച്ച് മരിച്ചു സർ. ഗുഡ്, വെരി ഗുഡ്. ഹർബൽ, നീ നിന്റെ ജീവിതത്തിൽ കുറെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ ഒന്നും വർക്കൗട്ട് ആയിട്ടുണ്ടാവില്ല. എനിക്കിപ്പോ പ്യുവർ ഓക്സിജൻ വേണം. ആ ട്രീറ്റ്മെന്റിനുള്ള ഏർപ്പാടുകൾ ചെയ്യാം. ഓക്കെ ഏട്ടാ, ഈ തവണ ഞാൻ നിങ്ങൾക്ക് പ്യൂർ ഓക്സിജൻ തരാം. അതുപോലെ തന്നെ നല്ല ഹാൽവേയും ഉണ്ടാക്കി തരാം. ചേട്ടാ ഞാൻ ഇറങ്ങാ. എടാ കൊച്ചു കള്ള, അവിടെ ഇരിക്കേ. ഇരിക്കാനല്ലേ പറഞ്ഞേ? ഞാൻ പോവാ. അനിയന്മാര് വില കൂടിയ ഒരു സ്വത്താണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ഒരു പെണ്ണ് കാരണം ആ സ്വത്തിനും വിലയില്ലാതെ പോവും. നമുക്കിടയിൽ ഇപ്പൊ ഒരു പെണ്ണ് പോലും ഇല്ലല്ലോ. പിന്നെ എന്തിനാ നീ എന്നെ അവന്റെ അടുത്ത് കാട്ടിക്കൊടുത്ത? ചേട്ടാ നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? അബീബേ, ചേട്ടനെ വീട്ടിൽ കൊണ്ടുവന്നാക്കടാ. എടാ മോനെ, ഞാൻ അക്ബർ സേട്ടാണ്. ഞാൻ ഡ്രഗ്സ് കഴിക്കുന്നവനല്ല, അങ്ങനെ കുടിക്കുന്നവനാ. എന്നാലും ഞാൻ എപ്പോഴും സ്റ്റഡിയാണ്. നിനക്ക് അറിയാലോ അല്ലേ? എന്നെ തന്നെ പെടുത്തിയല്ലോ. അതിനെങ്ങനെ നിനക്കിങ്ങനെ മനസ്സ് വന്നു? നീ നിന്റെ ചേട്ടനെ തന്നെ ചതിച്ചു. അതിന് എന്ത് ധൈര്യം ഉണ്ടാവണം നിനക്ക്? ചേട്ടാ 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 എന്താ ചെയ്തേ? എന്നെ വിട്. എന്ത് പറ്റി? ഞാൻ അറിയാതെ എന്തുമാത്രം കാര്യങ്ങൾ നീ ഒളിച്ചിട്ടുണ്ടാവും. എന്നിട്ട് എന്റെ പിന്നിൽ തന്നെ കുത്തി. ചേട്ടാ ചേട്ടാ ഞാൻ നിങ്ങൾക്ക് ദ്രോഹമൊന്നും ചെയ്തിട്ടില്ല. ഒരു ദിവസം രാത്രി ദുർജായി നിനക്ക് ജീവൻ വേണമെങ്കിൽ എനിക്ക് എല്ലാ ഇൻഫർമേഷനും തരണം. ടൈം ടു ടൈം തന്നിരിക്കണം. തരാം തരാം. എനിക്ക് ജീവിക്കണം. ഞാൻ എല്ലാം പറയാം. ഞാൻ എല്ലാം തരാം. അന്നവൻ എന്നെ ഒത്തിരി ടോർച്ചർ ചെയ്തു. എന്നെ കൊണ്ട് വേദന സഹിക്കാൻ പറ്റിയില്ല. അവൻ നിനക്ക് തന്ന ടോർച്ചറിന് നീ എന്നെ പെടുത്തിയല്ലേ? നിനക്കൊരു കാര്യം അറിയാവോ? ഇത്രയും കാലത്ത് ഞാൻ എത്രയോ പേരെ കൊന്നിട്ടുണ്ട്, പക്ഷെ ഒന്നിനെയും കുറിച്ച് ഓർത്ത് കഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ ഇന്ന് എന്റെ കൈയൊക്കെ വിറയ്ക്കുകയാണ്. കാരണം ഞാൻ ഇന്ന് നിന്നെ കൊല്ലാൻ പോവാണ്. ചേട്ടാ ചേട്ടാ എന്നോട് ക്ഷമിക്കേട്ടാ. ചേട്ടാ നീ എന്നെയാ ചതിച്ചത്. ഈ ഒരു പ്രാവശ്യത്തേക്ക് എന്നോട് നിനക്ക് ക്ഷമിക്കേട്ടാ. ക്ഷമയില്ല. നീ ചെയ്ത ദ്രോഹം എന്നെ കൊണ്ട് ക്ഷമിക്കാൻ പറ്റില്ല. ഒരിക്കലും ക്ഷമിക്കില്ല. ചേട്ടാ 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 എന്നൊന്നും ചെയ്യല്ല ചേട്ടാ. ചേട്ടാ 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 എനിക്ക് ചേട്ടാ എന്നൊന്നും ചെയ്യല്ല ചേട്ടാ. ചേട്ടാ 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 ശ്വാസം മുട്ടുന്നു ചേട്ടാ. ചേട്ടാ